ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പാ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് യാതൊരു വിഘ്നങ്ങളുമില്ലാണ്ട് വിഘ്നേശ്വരൻ്റെ ഭാവത്തിലും ഗുരുനാഥൻ്റെ ഭാവത്തിലുമെല്ലാം നിന്ന് നമ്മളെ ആ ഭഗവാൻ തേവര് മുല്ലോർലി തേവരെ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്നു.
അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കണു. 5 ദിവസം വരെ യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് വേണ്ട വിധത്തിൽ നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. കാര്യം മഴയും ആ പ്രകൃതിയുടെ കുറച്ച് വികൃതികളുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ അതൊന്നും ബാധിക്കാതെ കണ്ട് നമുക്കതിനെ ഇവിടെ എത്തിപ്പെടാനും വേണ്ടതുപോലെ അതിനെ ഉൾക്കൊണ്ട് കേട്ടിരിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും ഭഗവാനെ അവിടുത്തെ ആ പാദത്തിലെ പരമമായ പ്രേമഭക്തി ഉണ്ടാവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഓരോ അക്ഷരപ്പൂക്കളും ഭഗവപുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിക്കണേ. ഇവിടെ അർച്ചിക്കുന്ന ഓരോ അർച്ചനാ പുഷ്പത്തിലും ആ മനസ്സ് സമർപ്പിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ആ മനസ്സിനെ സ്വീകരിച്ചിട്ട് വേണ്ടത വിധത്തിൽ മനസ്സിൻ്റെ മനോമാലിന്യങ്ങളെല്ലാം ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേ എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാ മനോമാലിന്യങ്ങളും തീർത്ത് മനസ്സിൽ ആ പ്രേമഭക്തി നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ.
ശ്രീരാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ജാനകീ ജീവനസ്മരണം. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് സീതാദേവിയുടെ അടുത്തെത്തി, ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയുടെ അടുത്തെത്തി എന്നുള്ള ഭാഗം വരെയാണ്. കാല് കഴുകിച്ച് സ്വീകരിച്ച് ദേവി ചോദിക്കണു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്യാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ ഹരേ രാമ രാമ അപ്പം സീതയുടെ ആ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത്. ആരൂമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ വാരണാവീരനെങ്ങൂ മമാവല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ജാമീകരാഭരണാദ്യലങ്കാരവും സമന്തഭൂപാലരെയും വിരിഞ്ഞതീതെ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ ഇതം വിദേഹാത്മജാവചനം കേട്ടു പുത്രീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനാവസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൻ. രാത്രിയിൽ കൂടെ പിരിഞ്ഞിരിക്കാം പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവന്താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരാവോടു വൃത്താന്തം എത്രയും ചിത്രമോത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ തന്നീകുലമൗലി മാലികേ കേൾക്ക നീ മന്നവൻ കേകയാ പുത്രിയാം അമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന്യ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യാവിരോധം വരുമെന്നു തന്നോടെ ചിത്തെ നിരൂപിച്ചു. പേടിച്ചു താതനും മാതാവിനാശൂവരവും കൊടുത്തിതു. താതനതു കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡാമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നിയതീനതും മുടക്കം പറകലാമയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവാനിധം പറഞ്ഞതു കേട്ടൊരു ആകാശീമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമാ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ചിത്രമല്ലെന്നതു കൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സുഗര സൈരഭ വാരണാവ്യാളഭലൂക മൃഗാദികൾ മാനുഷാഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ
സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലാഫലങ്ങൾ കഷായങ്ങൾ വാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മലവ്യാവ്യഞ്ജനാപാനപാനാദി സന്മധുക്ഷീരങ്ങളില്ലൊരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വരങ്ങൾ ഗഹ്വര ശർക്കര ദുർഗമാമെത്രയും കണ്ടകാവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയിൽ ആർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതീനുടൻ ഇല്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോ ഒരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൻ. നാഥാപതിവ്രതയം പത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ലാതെയാനിതേ പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിടുമെന്നേ, എന്നെ മറ്റാർക്കും പീഡിപ്പിച്ചുകൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലപോശിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂത്തുള്ള കല്ലും മുള്ളും പുഷ്പാസരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടലായതുമേ പീഡയുണ്ടാകയില്ലൻ മുഖം ഭീതിയും ഏതും എനിക്കില്ല. ഭർത്താവേ കച്ചിദ്വജൻ ജ്യോതിശാസ്ത്രാവിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടു വനത്തിൽ വസിപ്പതീനെത്തും ഭവാദിക്ക് സംശയമില്ലേതും. ഇതംപുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യാമതിനിയുമൊന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവര ആമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടുകൂടാതെ രാഘവൻ കാനനാവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിപ്പെ പുനരെന്നെയോ എന്നെ ഉപേക്ഷിച്ചു തന്നെ തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളിയിടുകൾ. എന്നുടെ പ്രാണ പരിത്യാഗവും ചെയ്യുവാൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാദി ഭൂഷണമൊക്കവേ. ഇഥാമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുക. നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി. കുമാരനും വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥമവാദിയില്ലാതോളമാതരൽ സദൃത്തരായി കുലാശീലങ്ങളായുള്ള ശീലങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളായ ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ അനന്തമഗ്നനായി മാനവ നായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിതശുജാലങ്ങളും. ജാനകീ ദേവിയു അൻപോടരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ. ലക്ഷ്മണവീരൻ സുമിത്രായാം അമ്മയെ തക്ഷണേ കൗസല്യയിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. സമാശ്ലേഷവും ചെയ്തു, നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെ ഉപദേശവാക്കു മരുൾ ചെയ്താൻ. ആ സീതാദേവിയുടെ അടുത്ത് വന്നിട്ട്
വനത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സീതാദേവി കരഞ്ഞ് നിലവിളിച്ചു ഒന്നുമില്ല. എന്താണോ ജീവിതത്തിൽ നമുക്ക് വരാനുള്ളത് അതിനൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക. എവിടെയാണോ തൻ്റെ ഭർത്താവ് വസിക്കുന്നത് അവിടെ ആ ഭർത്താവിന് സൗഖ്യമുള്ളിടത്ത് തനിക്കും സൗഖ്യം എന്നുള്ള നിലയ്ക്ക് ആ പതിവ്രത ആയിട്ടുള്ള ആ സീത ആ ഭർത്താവിനെ ആ കൂടെ ആ വനത്തിലേക്ക് വരണം എന്നുള്ളത് കരഞ്ഞ് വിളിച്ചിട്ടൊന്നുമല്ല അവിടെ പറഞ്ഞത്, ദൃഢമായ മനസ്സോട് കൂടിയിട്ട് പറഞ്ഞു. വെറുതെ ഒരു വികാരം കൊണ്ടല്ല പറഞ്ഞ് വിവേകപൂർവ്വം ചിന്തിച്ചിട്ട് തന്നെ ഇതാ അവിടെ പറയുന്നു. അതാ അങ്ങനെ ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അവിടെ അഴിച്ചു കൊടുത്ത് ആ താപസ വേഷത്തിൽ പോകാനായിട്ട് തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ദാനധർമാദികളൊക്കെ ചെയ്ത് സുമിത്രയുടെ അടുത്ത് ചെല്ലുകയാണ്. ലക്ഷ്മണൻ സുമിത്രയുടെ അടുത്ത് നിന്ന് നമസ്കരിച്ചപ്പോൾ സുമിത്രയുടെ ഉപദേശം ഏറ്റവും വലിയൊരു ഉപദേശം തന്നെയാണ് രാമായണത്തിലത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഇത്തരം ഉപദേശങ്ങൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. ആ ജ്യേഷ്ഠ സഹോദരനെ അച്ഛനായി തന്നെ കാണണം, അച്ഛനാണ് കൂടെയുള്ളതെന്ന് എപ്പോഴും ഉറപ്പിക്കണം. അതുമാത്രമല്ല എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ. ഞാനാണ് ആ ജാനകി, ഞാനാണെന്ന് തന്നെ വിചാരിക്കണം. കാരണം ആ അമ്മയെയും അച്ഛനെയും പരിചരിക്കുന്നത് പോലെ ജ്യേഷ്ഠന്, കാരണം ഇവരൊക്കെ ഒരേ പ്രായമാണ്, എല്ലാവരും ഒരേ പ്രായമാണ്. രാമലക്ഷ്മണന്മാർ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ, കാട്ടിലാണ് പോണത്. ആ യൗവനയുക്തയായിട്ടാണ് അതേ ആ സ്വന്തം പത്നിയുടെ അതേ പ്രായം തന്നെയുള്ളൂ ജാനകിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു കൊടുക്കണു, അച്ഛനാണ് എന്ന് ഉറപ്പിക്കണം, ഇത് അമ്മയാണ് എന്ന് ഉറപ്പിക്കണം. അപ്പോഴാണ് അത് വേണ്ട വിധത്തിൽ മനസ്സിന് ചാഞ്ചല്യം ഇല്ലാണ്ടുള്ളൂ. പിന്നെ അയോധ്യയാണ്, അതായത് നമ്മൾ എവിടെ ഇരിക്കുന്നു അതാണ്. വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിങ്ങനെ വിഷമം പറയും, വൃന്ദാവനത്തിൽ വരാൻ ഇനി പറ്റുമോ എന്നൊക്കെ സങ്കടം പറയുമ്പോൾ അവിടെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു നായർജി. അപ്പോൾ അവന് പറ്റണത്തോളം എത്തിക്കോളൂ. അത് കഴിഞ്ഞാൽ എവിടെയാണോ ഇരിക്കുന്നത് അത് വൃന്ദാവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം, അല്ലാണ്ട് കേവലം യാത്ര കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഇതൊക്കെ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് എവിടെയാണോ നമ്മൾ എത്തിപ്പെടുന്ന അവിടെ വൃന്ദാവനം, നമ്മൾ ഇരിക്കുന്ന ഇടത്ത് വൃന്ദാവനാക്കി തീർക്കണം. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് അയോധ്യ എന്ന് വെച്ചാൽ എന്താ, യുദ്ധമില്ലാത്തത്, പരസ്പരം സ്പർദ്ധയില്ലാത്തത് ആ സ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും അയോധ്യയായി തീരണം അവിടെ. അതിന് നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ പറയണോ, മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരീകതേ, മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നെ ജാപാചരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. അതെ പല വിധത്തിൽ അമ്മ തൻ്റെ പുത്രന് വേണ്ടിയിട്ട് രാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കണം. കൗസല്യ വാശി പിടിച്ചു കരഞ്ഞിട്ടാണ് കൗസല്യ തൻ്റെ മകൻ വനത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ മകനെ പിരിയാനുള്ള ദുഃഖം കൊണ്ട് ഏറെ കരഞ്ഞുകൊണ്ട് അമ്മയെ സാന്ത്വനിപ്പിക്കേണ്ടി വന്നു. ഇവിടെ സുമിത്രയുടെ അടുത്ത് ലക്ഷ്മണൻ ചെന്ന് പറഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ലക്ഷ്മണൻ ചെയ്തത് ഉചിതമാണ്, രാമനെ സേവിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ മകനെ പിരിയണ ദുഃഖമില്ലാണ്ടൊന്നുമല്ല, അതൊക്കെ മകനോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നല്ല വചനങ്ങളിലൂടെ ആ മകനുള്ള സുരക്ഷിത കൊടുത്തത്. പക്ഷെ മമത അത് ബന്ധനായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. എവിടെ ഇരിക്കുകയായാലും തൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ് വേണ്ടത്. എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു കാര്യത്തിൽ നടക്കണതല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് രാമായണം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വേഗം നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു എന്ന് പറയുന്നത്. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് കെട്ടിപ്പിടിച്ച്
നീ ചെയ്തത് ഉചിതമായി, ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്ക് ആണ് അവിടെ സുമിത്ര അനുഗ്രഹിക്കുന്നത്. എന്തിനാ രാമൻ പോയാൽ പോരെ, നീ എന്തിനാ പോകേണ്ട ആവശ്യം എന്നൊന്നും പറഞ്ഞ് കരഞ്ഞില്ല, നിനക്കെന്താ ഒന്നും പറഞ്ഞില്ല, ഏതാണോ അതാ ഉചിതമായതാണ് തൻ്റെ പുത്രൻ ചെയ്തത് എന്നുള്ള നിലയ്ക്ക് ആത്മസംയമനത്തോട് കൂടിയിട്ട്, വീണ്ടും വിചാരത്തോട് കൂടിയിട്ട്, വിവേകത്തോട് കൂടിയിട്ട് അവിടെ സുമിത്ര പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പൻ പോകുന്ന നേരത്ത് പൗരാജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളാരമ്യാകളെ പരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗതീ രാമൻ ആത്മാരാമനംബുജാലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ ദാതാലയം പ്രതി പോകുന്ന നേരത്തു താതം കലർന്നൊരു പൗരാജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുഗത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മൃദുസ്വര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശരിത്യം കഠോരമത്തേതുലം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മറ്റൊരിലാർക്കുമില്ലെന്നലയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിയ ഞാൻ അന്യനും കൈകേയ പുത്രിക്കു രണ്ടു വരം ഏകിനാൻ പോലും ഏകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകാനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരാവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരാവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. വളരെ എല്ലാവരും രാമനെ പിരിയണേൻ്റെ ദുഃഖത്തിൽ മഹാരാജാവിനെയും കൈകേയിയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായാരുമേ കോമളഗാത്രിയം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെല്ലാരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണുര താമരാസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായ ധനന്തഞ്ജനഗജ ലക്ഷ്മി ഭഗവതി ലോകമാതാപര മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായവേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനമായി ഭക്താപരായണം വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാധനം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതാമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു ദേവവേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നും വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാതോനിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാഗതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു സൃഷ്ടിയാൽ തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു. കാരണാവാരിധി തന്നിൽ കളിച്ചതും കാരണാപുരുഷനാകും ഈ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപു തൻ പ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതൂരനം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതീതിയും
ഭക്തി പൂണ്ടർത്ഥിച്ചു താതരാമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നത് ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടി ാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനം ത്രിവിക്രമനുമിവൻ ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീവതി കുലാനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവാനായി പിറന്നതും ധാത്രീവരനായ രാഘവാനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥാപുത്രനായി ധാത്രീതുതവരനായി പിറന്നിടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യാനജൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാത്ത വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനോ ദേവാഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകൈയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണുമായ മഹാമായ ദേവി ജനഗജ സൃഷ്ടിസ്ഥിതിലയാകാരിണീ തന്നോടും കൃഷ്ണമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന്നു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേഖാവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണാനന്ദൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്താജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലെ പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു ഭക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം ബാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ മായാവിഷയമീ വണ്ണ ഹരേ കൃഷ്ണ രാമാവിഷയമീ വണ്ണാമരുൾ ചെയ്തു വാമദേവൻ വിരാമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരാജനം പരാമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാനേവരും രാമസീതാരഹസ്യം ഈ മുഖരീദൃശം ആമോദപൂർവകം ദാനിപ്പവർക്കെല്ലാം രാമദേവൻ കാലുറച്ചോരു ഭക്തിയും ആമയാനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരാമീദൃശം പാപാവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാര് നോർത്തു ഞാൻ രാമദത്തം പരാമുപദേശം ചെയ്തു താപവും തീർന്നിതു പൗരാജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മുതാലെഴുന്നള്ളി. അത്യന്തം രഹസ്യമായിട്ടുള്ള ഈ രാമതത്വത്തെ ഇവിടെ ഉപദേശിക്കുന്നു. അപ്പോൾ അതിൽ പറയേണ്ടത് അതീവ രഹസ്യമാണ് എന്നിട്ടാണ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞത്. പരസ്യമായിട്ട് പറഞ്ഞു, പക്ഷേ രഹസ്യമാണ്. കാരണം അത് പറഞ്ഞാലും അത് ഉള്ളിലെ ആ മനോമാലിന്യങ്ങളൊക്കെ തീർന്ന ചിത്തം തെളിഞ്ഞവനെ അതിന് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ. ഈ ഒരു രാമതത്വം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ നമ്മുടെ എല്ലാത്തിനും നമ്മുടെ കൂടെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ വിധത്തിൽ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് നടക്കാൻ കാരണായ ഭഗവാനാണ്. അവിടെ ഇരുന്നോളൂട്ടാ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഭഗവാനാണ്. ആ ഭഗവാന്റെ
ആ കാരുണ്യം കൊണ്ടാണ് ഓരോന്നും വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് എന്നുള്ള പരമാർത്ഥത്തെ എത്രയോ സത്സംഗങ്ങളിലൂടെ എത്രയോ മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ചെവിയിലേക്ക് എത്തിയാലും ഇതൊക്കെ ഇപ്പോൾ ഇവർ കേട്ടു. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം രാമനെ ചിന്തിച്ച് കരയുണ്ടാവും. കാരണം കേൾക്കുമ്പോൾ തോന്നും ഒക്കെ ശരിയാ അല്ലേ. നമ്മളിവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കണു, ഇവിടെ ആ ഭാഗവതം കേട്ടതോട് കൂടിയിട്ട് വിചാരിച്ചു ഇനി ഞാൻ ഇതനുസരിച്ചിട്ട് ജീവിക്കലൊക്കെ ശരിയാന്ന്. അത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ നമ്മളെന്ത് ചെയ്തു, ആ ഭാഗവതം അവിടെ അടച്ചു വെച്ചിട്ട് ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ ഭാഗവതത്തിനെ മറന്നു വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി. അത് നമ്മളുടെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. കാരണം ഇതിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തവർക്കിത് അറിയാനോ ഈശ്വരനെ അനുഭവിക്കാനോ സാധിക്കില്ല. ഓരോരോ കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെയാണ്. ഭഗവാന്റെ ആ കാരുണ്യം ചില നേരത്തെ നമുക്ക് അത്ഭുതമാവും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്ന് വിചാരിച്ചാൽ, കല്യാണത്തിൻ്റെ സമയത്ത് ഗുരുവായൂർ പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോയി തൊഴാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇനി ഒരിക്കൽ വന്ന് തൊഴാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ കാര്യം, ഗുരുവായൂർ പ്രഭാകരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമർപ്പണമാണ്, അപ്പോൾ മോള് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ അച്ഛൻ ഏതു വർഷമാണോ ഈ ഭൂമിയിൽ നിന്ന് ശരീരം ഉപേക്ഷിച്ചത് അതേ വർഷം തന്നെ ആ ഒരു ഒക്ടോബറിൽ കിട്ടിയ അച്ഛനാണത്. അപ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് അതേ അവസ്ഥയിലാണ്. അപ്പോൾ അച്ഛൻ വിളിക്കുന്ന പോലെ തന്നെ അദ്ദേഹം വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല 16-ാം തീയതി മിഥുന മാസം അവസാനമാണ്. അതൊന്നും ഓർമ്മയുണ്ടായിട്ടല്ല പോയി. ഗുരുവായൂർ പോയി. അപ്പോൾ തൊഴാനായിട്ട് 10 മണിക്ക് അവിടെ എത്തണം. 10 മണി തൊട്ടിട്ട് അതിൽ പങ്കെടുക്കേണ്ട സമയം. അപ്പോൾ 10 മണിക്ക് അവിടെ എത്തണം. ഇവിടെ നിന്ന് പോയത് നമ്മുടെ ട്രെയിനിലാണ് പോയത്. കാരണം ബസ്സിലൊക്കെ പോണേക്കാളൊക്കെ ഏറ്റവും സുഖം അത് തന്നെയാണ് ആ ട്രെയിനിൽ പോകാൻ. അപ്പോൾ ട്രെയിനിൽ പോയി നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ അവിടെ അങ്ങനെ അറിഞ്ഞു ഉദയാസ്തമന പൂജയാണ് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ അറിയാലോ അത്രയും തിരക്കുണ്ടാവും ഉദയാസ്തമന പൂജയ്ക്ക്. പിന്നെ മാത്രമല്ല മിഥുനമാസത്തിലെ അവസാനത്തെ ദിവസമാണ്. തൊഴാൻ പറ്റാത്തവരൊക്കെ മാസാമാസം തൊഴണവരൊക്കെ ഉണ്ട്. ധാരാളം പേര് ഉണ്ട്. ധാരാളം കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം കർക്കിടക മാസത്തിൽ കല്യാണം ഇല്ല. അപ്പോൾ നല്ല മുഹൂർത്തങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൾക്കാർ നിറച്ച ആൾക്കാരുണ്ട്. ക്യൂ നിന്ന് ഉള്ളിൽ പോയി തൊഴുത് ഭഗവാനെ കാണാനൊന്നും പറ്റില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് കല്യാണമായിട്ട് ആ കല്യാണത്തിൻ്റെ തലേന്ന് പോയിന്നുണ്ടെങ്കിലും പിന്നെ ഒന്നും തൊഴാൻ പറ്റില്ല. 2-3 ദിവസം ഉണ്ടായിട്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിയില്ല എന്നുള്ള സങ്കടമുണ്ട്. അങ്ങനെ ദേവിയുടെ നടക്കൂടെ അകത്ത് കിടന്ന് തൊഴുതിട്ട് ആദ്യം തന്നെ രാധാറാണിയാണ് അവിടെ അരികത്തെ അമ്മയാണ് തൊഴുതത്. എന്നിട്ട് അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഭണ്ണാരം എണ്ണണ കാരണം കൊണ്ട് നടയിൽ നിന്നാൽ നേരെ കാണാൻ ഭഗവാനെ. തിരക്കൊന്നുമില്ല നടത്തില്ല. പക്ഷെ ഭണ്ണാരം എണ്ണണ കാരണം കൊണ്ട് അവിടെ നിർത്തുന്നില്ല. ഭണ്ണാരത്തിന് പൈസ. അപ്പോൾ ഇപ്പുറത്തേക്കൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിലെങ്ങനെ ഓട്ടപ്രദക്ഷിണം പോലെ. എന്നാലും ഉള്ളിലേക്ക് നോക്കി അങ്ങനെ കാണാം. അങ്ങനെ കണ്ട് തൃപ്തിപ്പെട്ട് പടിഞ്ഞാറ് നടക്കോടെ നാരായണത്തേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ തോന്നി വേണ്ട, വടക്കേ നടക്കോടെ തന്നെ ഇറങ്ങാം. കയറിയത് വടക്കേ നടക്കോടയിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അറിയണ കുറച്ച് പേരവിടെ ഞാൻ സുദർശനാമ്മ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ വിമോദിനെ ഞാൻ അറിയണത് വൃന്ദാവന യാത്രയിലൂടെയാണ്. പിന്നെ നമ്മുടെ ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അറിയണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭഗവാനെ തൊഴുതിട്ടൊന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. ഭഗവാനെ തൊഴുത് പോകാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല, ഉദയാസ്തമന പൂജയാണ്. അപ്പോൾ സുദർശനാമയ്ക്ക് തൊഴാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ സാധിക്കുക? അവരുടെ കൂട്ടുകാരൻ്റെ വകയായിരുന്നു ഉദയാസ്തമന പൂജ. അദ്ദേഹം വേഗം കൂട്ടിക്കൊണ്ടുപോയി ഉള്ളിൽ നിർത്തി നന്നായിട്ട് തൊഴിച്ചപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്നാൽ അടുത്ത ദിവസം രാമായണ പാരായണമാണ് ഇതൊന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല. പക്ഷെ അവിടെ ആ വീരാസനത്തിലിരിക്കുന്ന രാമചന്ദ്ര പ്രഭുവിനെയാണ് ഞാൻ കണ്ടത്. പക്ഷെ രാവിലെയാണല്ലോ, അപ്പോൾ 9:30 നേരത്തെ ആ നേരത്തെ അലങ്കാരമൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ശരിക്കും ആ രാമചന്ദ്ര പ്രഭുവിനെ കണ്ട് തൊഴുതു. പിന്നെ അവരവിടുന്ന് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഈ ഉദയാസ്തമന പൂജയ്ക്ക് മുകളിൽ കയറി നിന്ന് ഇങ്ങനെ തൊഴാൻ പറ്റിയപ്പോഴും ഓരോ പൂജയ്ക്കും അവിടെ കൊണ്ട് തൊഴുതുകൊണ്ട് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകണം, അതുകൊണ്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവരോട്
തൊഴുതിറങ്ങി. അപ്പം ഭഗവാന്റെ കാരുണ്യം അത്രയും നമ്മൾ പറയുകയാണ്. ഭഗവാൻ നമ്മളുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, ഭഗവാന് നമ്മളോടുള്ള കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് അത്രമാവാൻ തക്ക എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ അനുഗ്രഹം കൊണ്ടോ എന്തോ അറിയില്ല ഭഗവാന്റെ കാരുണ്യം. അപ്പം അതെപ്പോഴാണ് ഇങ്ങനെയാണ് അത് പറയുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കണവരെത്താ അതൊക്കെ പോകാൻ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞങ്ങളാരും ചെന്നാൽ ഞങ്ങളെ ആരെയും വിളിക്കണില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അതിന് മുട്ടുന്യായം പറയണവരുണ്ടാവാം. പക്ഷെ അനുഭവിക്കുന്നവർക്കേ അത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോട് സുരേഷ് ഒരമ്മ പറഞ്ഞു, ആ അമ്മ ഗുരുവായൂരിൽ തൊഴാനായിട്ട് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ട് ഗുരുവായൂർ നടക്കുന്നത് ഇങ്ങനെ കരഞ്ഞു അത്രേ ഭഗവാന്റെ മുമ്പിൽ. ഇത്ര ദൂരം നല്ല ക്യൂ ഉണ്ട്, അമ്മയ്ക്ക് വയ്യ, അമ്മയുടെ ഇല്ലാത്ത സാമ്പത്തികം ഇല്ലാത്തതാണ്. കരഞ്ഞിട്ട് ഭഗവാനെ എന്നെ എന്താ ഭഗവാനെ ഇങ്ങനെ അകറ്റി നിർത്തിയേക്കണേന്ന് കരഞ്ഞപ്പോൾ കരഞ്ഞിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അത്രേ. അപ്പോൾ ഒരു അമ്മ ഷീട്ടെടുത്തിട്ട് നെയ്വിളക്കിൻ്റെ ഷീട്ടെടുത്തിട്ട് പോവുകയാണ്. അപ്പം 4 പേരാറ്റ തൊഴാമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷീട്ടെടുത്താൽ അതെടുത്തിട്ട് പോകുമ്പോൾ അതിൽ ഒരാൾ കുറവുണ്ട്. അപ്പോൾ ഈ അമ്മ നിൽക്കണുണ്ടപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് നിങ്ങൾ തൊഴുതോ ഇല്ല എന്നെ വന്നോളോ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ മുമ്പിൽ ആ കാരുണ്യം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ കർമ്മപ്രാരാബ്ദങ്ങൾ ധാരാളം തീരാനുണ്ട്. ആ കർമ്മപ്രാരാബ്ദങ്ങളെ തീർക്കാനാണ് നമ്മൾ നാമം ജപിക്കണം എന്ന് പറയണത്. ആ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മപ്രാരാബ്ദങ്ങൾ ഒഴിയുള്ളൂ. അപ്പോഴാണ് നമുക്ക് അനുഭവങ്ങളിലൂടെ ആ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അമ്മ കരഞ്ഞത്, ധനത്തിന് വേണ്ടിയിട്ടോ സ്വത്തിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ല, ഭഗവാനെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി കരഞ്ഞു. ആ ഭഗവാനെ വേണ്ടി കരഞ്ഞാൽ ഭഗവാൻ അങ്ങനെ കണ്ണു നിറയ്ക്കാൻ അനുവദിക്കില്ല. അപ്പം നമുക്കൊക്കെ ആ ഭഗവാന് വേണ്ടിയിട്ട് പറയാറാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതിനെ ഉൾക്കൊള്ളുന്നവരെത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ യാദൃശ്ചികം, അവരൊക്കെ വലിയ അങ്ങനെ പറയണവരാവും അധികം പേരും. ആ ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള കഴിവ്. അതുപോലെയാണ് ഇതൊക്കെ പറയുമ്പോൾ ആ പറയണ നേരത്തെ ശരിയാന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറന്നുപോകും. അതുപോലെ അവിടെ രാമതത്വം ഉപദേശിച്ചു, അതിനൊക്കെ സ്വീകരിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇതേ ജനങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ട് രാമൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ആ തത്വത്തെ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടു എന്ന് വിചാരിച്ചാൽ എന്താ പറഞ്ഞേ? രാമനെ ചിന്തിച്ചു ഖേദികായ ആരുമേ രാമേതി ജപിക്കിനെല്ലാവരും എന്നാ പറഞ്ഞല്ലേ. അങ്ങനെ അതിനെ ഉൾക്കൊണ്ടു എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് രാമനാമം ജപിച്ചിട്ടിരുന്നേനെ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളൊക്കെ എത്ര കേട്ടാലും നമുക്കത് ഉൾക്കൊള്ളാനൊരു സമയം വേണം. അത് ഉപദേശിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ആ മായ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇനിയും കേൾക്കാൻ പറ്റും നമുക്ക്. രാഘവൻ ഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലാഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദങ്ങളെല്ലാം അകലെ കളഞ്ഞിനി ഞങ്ങളെ സാധനാജ്ഞാപിക്കത വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനോജനും ക്ഷീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരാലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനു ഉടുത്താനതൂ നേരം. ലക്ഷ്മി ഭഗവതിയായി ആ ജാനകി വൽക്കലം കയ്യിൽ പിടച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിയുവാനായി ദക്ഷിണേ ലജയ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാർ. എങ്ങനെ ഞാനിതു ഗാഢാമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. അപ്പോൾ ഇവർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കൈകേയി എല്ലാവർക്കും വന്യജീരങ്ങൾ കൊടുത്തിട്ട് അനുഗ്രഹിക്കുക, മരവുരി ചാർത്താനായിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ രാമനും ലക്ഷ്മണനൊക്കെ മരവുരി ചാർത്തി. സീതയ്ക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് സീത മരവുരി കാണുന്നുണ്ടാവുക എന്ന് മാത്രം. ഈ അവിടെയുള്ള സന്യാസിമാർ ചുറ്റി കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, കയ്യിൽ ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ എങ്ങനെയാണ് ഉടുക്കും എന്ന് അറിഞ്ഞിട്ട് ആ രാമൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്.
മംഗലാദേവ ദേവതാവല്ലഭൻ രാഘവനിജിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നിരുന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി കോപേന മത്സിച്ചു കൈകേയി തന്നോടു താവേന ചൊല്ലിനാൻ. എന്തോന്നു തോന്നുവാൻ അവിടെ ആ വസിഷ്ഠന് പോലും കോപം വന്നു. വസിഷ്ഠനാണ് നേരത്തെ ഉപദേശിച്ച് രാമൻ ആരാണ്? രാമൻ ഈശ്വരനാണ്. രാമൻ സീത സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അവർ വന്നിരിക്കുന്നത് വനവാസത്തിന് വേണ്ടിയിട്ട് പോയിട്ട് രാവണനെ വധിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ആരോട്? ദശരഥനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആളാണ് വസിഷ്ഠൻ. ആ വസിഷ്ഠന് പോലും ആ മമത്വം, വല്ലാണ്ടുള്ള മമത്വമാണ് അന്ധത്വത്തെ കോപാന്ധനാക്കണത് നമ്മളെ. ആ ഒരു നിമിഷത്തിൽ ആ മായ ബാധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കോപേന ബത്സിച്ചു കൈകേയി തന്നോട് കാപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസാശീലേ വരത്തെ വരിച്ചു നീ ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാപതിവൃതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതാഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനനാദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭക്ത ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയാചരിച്ചിടുകന്നേ വരൂ. പറയണോ സർവാഭരണ വിഭൂഷിതയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പറയണത് മമത്വം കൊണ്ടും പെട്ടെന്നുണ്ടായ വികാരം കൊണ്ടാണ്. ഒരു കാട്ടിലേക്ക് നമ്മൾ പോണു, അവിടെ ഉണ്ടാവുന്നത് കള്ളന്മാരുണ്ടാവും, കൊള്ളക്കാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഒരു സ്ത്രീയെ രാമൻ തന്നെ കൊണ്ടുപോകുമ്പോൾ സർവാലങ്കാര വിഭൂഷിതയായിട്ട് കൊണ്ടുപോകാൻ വെച്ചാൽ അതിലുണ്ടാവുന്ന ഒരു അപകടം ആലോചിച്ചറിയാൽ ഇവിടുത്തെ പോലെ പരിചാരകന്മാരും ഇല്ല. പക്ഷേ അതാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന വികാരം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ ആ വസിഷ്ഠ മഹർഷിയും നിമിത്തമാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലാണ്ട് അദ്ദേഹത്തിന് വിവേകം നഷ്ടപ്പെട്ടതല്ല. അദ്ദേഹവും ഈ നാടകത്തിലൊരു കഥാപാത്രമാണ്. നമുക്കിതാ കാണിച്ചു തരണം. എത്ര വലിയ ആളായിട്ട് പോലും അദ്ദേഹത്തിന് പോലും രാമനോടുള്ള സ്നേഹം കൊണ്ട്, സീതയോടുള്ള സ്നേഹം കൊണ്ട് അതുതാ സ്നേഹാന്ധനായിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥന്യത്വാദ സുമന്ത്രരോടേവാമരുൾ ചെയ്തു രാജ്യയോഗ്യം രഥാമാശു വരുത്തുക രാജീവ നേത്ര പ്രയാണായ സത്വരം ഇഥാ മുക്ത രാമവക്താമുജം ഭാതുപുത്ര ഹാ രാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേവിരാവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാ വല്ലഭാനാകിയ രാമനും മാനസേ ദുഃഖം ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണാവും ചെയ്തു താണു തൊടുതുടൻ തേരിൽ കരേറിനാൻ ബാണജാപാസീ തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചുകൊണ്ടു താനും കരേറിനാൻ ലക്ഷ്മണൻ. അപ്പോൾ സുമന്ത്രരെ ആകുലാൽ ഗേദേന തേർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കെന്നു ചൊന്നാൻ ദുഃഖേന തേർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കെന്നു ചൊന്നാൽ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തു നിശ്ചലമായതു ലോകാവും അന്നേരം. ഇതൊക്കെ പറഞ്ഞ് പോണ സമയത്ത് ആ തേരിൽ കയറി പോകുമ്പോൾ ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് ദശരഥൻ വേണ്ട നിർത്തൂ രഥം നിർത്തൂ എന്നിങ്ങനെ ആക്രോശിച്ച് കരയാണ്. അപ്പോൾ ഒന്ന് വേഗം തന്നെ രഥത്തെ തെളിക്കൂ, വേഗം പോകട്ടെ എന്ന് രാമനും പറയണു. അങ്ങനെ വേഗത്തിൽ രഥം മുന്നോട്ട് പോയി. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലെ ശ്രീബാലവൃദ്ധാവതീപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട പ്രഭോ രാമാദയാനിധേ
ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണായിലെങ്ങിനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാൻ മന്നവന്താനം ചിരം വിലാപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോടെ രമാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴയില്ലെന്നതു നിർണയം എന്നതു കേട്ടോരു ഭൃത്യാജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാ നദി തന്നോടെ തീരം ഗമിച്ചു വസിച്ചു. നിശാമുഖേ പാനീയ മാത്രാമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരാജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ എങ്ങു കൊണ്ടുപോയി കൂടായെങ്കിൽ കാനനാവാസം നമുക്കെന്നതേ വരൂ. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ഈ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. രാമനെ പിരിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റില്ല, രാമനില്ലാണ്ട് പറ്റില്ല അല്ലേ. നമ്മുടെ ഭർത്താവട്ടെ മക്കളാവട്ടെ ജോലിയൊക്കെ കിട്ടിയിട്ട് എവിടേക്കെങ്കിലൊക്കെ പോവുക, നമ്മൾ കരഞ്ഞ് വിടില്ല, എന്നാൽ ഞാനും കൂടെ പോരും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിന്നാലെ ആ റെയിൽവേ സ്റ്റേഷൻ വരെയോ അല്ലെങ്കിൽ എയർപോർട്ട് വരെയോ പോവും. കരഞ്ഞ് തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഈ ഒരു രോഗത്തോട് കൂടി ചേരുമ്പോൾ അപ്പോൾ ആ ദുഃഖം അതൊക്കെ പറയണത് കേവലമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മമത്വം കൊണ്ട് വരുന്ന വികാരപരമായിട്ട് വിവേകപരമായിട്ട് ആ കുട്ടിക്ക് എന്തായാലും ജോലിക്ക് പോകാണ്ട് പറ്റില്ല. സന്തോഷമായിട്ട് സുഖമായിട്ട് പോയിട്ട് വരുമെന്ന് തന്നെ അനുഗ്രഹിക്കാണ്ട് നമ്മൾ ഈ കരയണതൊക്കെ വികാരത്തിൻ്റെ ഒരു പ്രകടനമാണ്. അത് കഴിഞ്ഞ് 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവായാലും വലിയ മക്കളായാലും വലിയ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് നമ്മുടെ ലൗകികമായ സുഖത്തിന് വേണ്ടതെല്ലാം കിട്ടണു എന്ന് കാണുമ്പോൾ ഇനി ഞാൻ പോണില്ല എന്ന് പറഞ്ഞാലാവും. അപ്പോൾ പറയാം എന്താ പോവാത്ത, കാരണം ഈ പോവാണ്ടിരുന്നാൽ കിട്ടണതൊന്നും കിട്ടാണ്ടാവും. അപ്പോൾ അതെന്താ പോവാത്ത, വെറുതെ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അന്ന് പിന്നെയും പോണില്ല എന്ന് തന്നെ പറയാൻ അന്ന് എങ്ങനെയാണോ പോകണ്ടെന്ന് പറഞ്ഞ കാരണം അതിനേക്കാൾ ഇരട്ടി ദേഷ്യത്തോട് കൂടിയിട്ട് വെറുപ്പോട് കൂടിയിട്ട് പറയും അല്ലേ. അങ്ങനെയാണ് അത്. എന്താ വെച്ചാൽ നമുക്കെപ്പോഴും നമ്മുടെ സ്വയം ആയിട്ട് നമ്മൾ എപ്പോഴും പറയും മറ്റുള്ളവരൊക്കെയാണ് നമുക്ക് സ്നേഹം എന്നൊക്കെ പറയും. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് അവനവനോട് തന്നെ സ്നേഹമുള്ളൂ. ഇവരൊക്കെ വന്ന് ഞങ്ങളും ഇനി കാനനത്തിലേക്ക് പോകുമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാമനെ കാണാണ്ടാകുമ്പോൾ ഒരു തിരിച്ചു വന്ന് ഇവിടെ വേണ്ട വിധത്തിൽ രാജ്യഭരണമൊക്കെ നടത്തിയിട്ട് ഭരതൻ രാജ്യം ഭരിക്കണമ്പോൾ അതിൽ സന്തോഷരായിട്ട് ഇവരിവിടെ സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കണു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഓരോന്നും നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. പൗരാജനത്തിൻ പരിവേദനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. അയക്കുമില്ലവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ മോഖേദം തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുകാതേരെന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ച് അന്നേരം രാഘവന്മാരും ജനകയ തനുജയും തേരിലേറിയിടിനാനേതുമറിഞ്ഞില്ല പൗരാജനങ്ങൾ. അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യയ്ക്കഭിമുഖം ഗമിച്ചിട്ടഥാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടക്കുന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടില്ല രാമനെ എന്നു കരഞ്ഞതീ ഗുണ്ഠരായി പുരംപുക്കുമേ വിനാൻ സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം പുത്രാമിത്രാദികളോടു ചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിയാനേ വരും. അപ്പോൾ ആ രാമൻ പോയിപ്പോൾ പിന്നെ അവിടെ നേരത്തെ കിട്ടിയ ഉപദേശമല്ലേ രാമനെ ചിന്തിച്ചു ഗതിയാകും ആരുമേ
രാമരാമേതി ജപിക്കിനെല്ലാവരും എന്ന് പറഞ്ഞതാ ഇവിടെ. ആ രാമനെ മനസ്സിൽ വിചാരിച്ച് ആ രാമനാമം ജപിച്ച് ഇരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ചിത്തശുദ്ധി ഉണ്ടായി എന്നുള്ളത് പറയുന്നു. മംഗലാദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹാതനൂജയും ശിംശിവാമൂലെ സുഖേരവാണിയിടിനാൻ. രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടാവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോട് ഭക്തിയവ സത്വരം പക്വ ഫല മധു പുഷ്ടാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യത ഭക്തിയവ ദണ്ഡാ നമസ്കാരവും ചെയ്തു പെട്ടെന്നുടനെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി ദുഷ്ടിയാതിടാമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം കൊണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചാവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹാനുമുര ചെയ്തു ധന്യനായേ നടീയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും ഭാവനം നൈഷാദമായുള്ള രാജാവിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാ അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതാമത്രാവസിച്ചരുളിയിടണം മന്ദപുരം മമാ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളൽ മൂലാഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേകനീവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസ്യം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മദീയം മമാസഖേ സൗഖ്യാമിതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അയോധ്യ വിട്ടിട്ട് പോണം എന്നേ ദശരഥൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ രാമൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ ഒരാളെയും ആരും നിയോഗിച്ചിട്ടില്ല. രാമനിപ്പോൾ എവിടെ വേണമെങ്കിലും താമസിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷേ ആ സത്യനിഷ്ഠ രാമൻ കാണിച്ചു തരുന്നു. അത് എങ്ങനെയാണോ ആ വനത്തിൽ 14 വർഷം കഴിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വനത്തിലേ ഞാൻ കഴിയുള്ളൂ എന്നുള്ളത് രാമനിപ്പോൾ അത് ലംഘിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ താമസിച്ചു എന്നുള്ളതുകൊണ്ട് ഒന്നും വരാൻ പോണില്ല. അപ്പോൾ ഇതൊക്കെ ആ രാമചന്ദ്രൻ്റെ ആ ധർമ്മനിഷ്ഠയെ ഇവിടെ എടുത്ത് കാണിക്കുകയാണ് ഓരോന്നും. ഇവിടെ താമസിക്കാൻ 14 വർഷം കഴിയാണ്ട് ഞാനിനി അങ്ങനെ ഗ്രാമാലയങ്ങളിലൊന്നും ഇതില്ല, അവിടുത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല എന്നുള്ളത് ഇതാ പറയണു. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും വനവാസകാലം കഴിയുവോളം രാജ്യം മമൈതൻ ഭവൻ മത്സഖിയല്ലോ പൂജ്യനം നീ പരിപാലിക്ക സന്തതം. കുണ്ഡഭാവം ചെറുതുണ്ടാകയും വേണ്ട വരിക വടക്ഷീരമാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൊരു കൂത്തമൻ ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകൂടത്തോടും സോദരം തന്നൽ കുശതലാദ്യങ്ങളൽ സാദരാമാതൃമതമായ സ്വൽപ്പസ്ഥലെ പാനീയമാത്രാമശിച്ചു വൈദേഹിയും താതനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തിപര്യങ്കേ യഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതീ ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരാനേത്രനെ കണ്ടില്ലയോ സഖേ പർണതൽപേ ഭുവി ധാരമൂലെ കിടന്നർണോജനേത്രാനുറങ്ങുമാറായതു സ്വർണതൽപേ ഭവനോത്തമേ. സത്പുരേ പുണ്യാപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നം ഇന്നിഹാ പല്ലവ പല്യങ്കാസീമ്യുവനാന്തരെ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാജിതമാസ്തായ കൈകേയി താൻ ആചരിച്ചാളല്ലോ ശുദ്ധാഗുഹോക്തികാളിത്തമാഹന്ത സൗമിത്രിയും സത്വരാമുത്തരം ചൊല്ലിനാൻ. ഇവിടെ ഓരോന്നും പറയുമ്പോഴും നമുക്ക് നമ്മളെ തന്നെയാണ് കാണുക. നമുക്ക് നമ്മളുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക്
സങ്കടമായി. പണ്ടൊരു കഥ പറയും, ഒരു ഒരാളുടെ മകൻ മരിച്ചപ്പോൾ വല്ലാണ്ട് കരയാണ്. അപ്പോൾ അടുത്ത് അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, പട്ടിൽസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, കരയരുത്, ഇതൊക്കെ എങ്ങനെയല്ലേ, ശരീരം ഇതൊക്കെ വരും പോവും, ഇതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ ഈശ്വര നിശ്ചയാണ്, പൂർവ്വജന്മമായിട്ടുള്ള കർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ കുട്ടിക്ക് അത്രയും വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ കുളത്തിൽ വീണ് മരിച്ചു. ഇദ്ദേഹം അലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, അങ്ങല്ലേ എന്നെ എത്ര ഉപദേശിച്ചിട്ട്, എന്നിട്ട് അങ്ങ് ഇത്ര അറിവുള്ള ആളങ്ങ് കരയാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ പുത്രക്കുട്ടിയല്ലേ, ഇത് എൻ്റെ കുട്ടിയാണ്. അപ്പോൾ അന്യന് ഉപദേശം നൽകാനൊക്കെ നമുക്ക് നല്ല സുഖമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ രാവണൻ ഇവിടെ ലക്ഷ്മണൻ ഇപ്പോൾ ഉപദേശിക്കാൻ പോവുകയാണ്. ആരോട്? ലക്ഷ്മണൻ ഇതെല്ലാം അറിയാം, നമുക്കും ഇതെല്ലാം അറിയാം, വേറൊരാളോട് പറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പകർത്തണമെങ്കിൽ ഒരു പ്രയാസമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് അറിയാണ്ടല്ല, നമുക്ക് മറ്റുള്ളവരോട് ഉപദേശിക്കാനും സുഖമാണ്. പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ ഇത് പകർത്തി കാണിക്കാൻ ഒരുപാട് പ്രയാസമാണ്. അത് അത്രയും ഉൾക്കൊണ്ടിട്ട് വേണം എന്നുള്ളതാണ് പറയണേ. ഇവിടെ പറയണു, ഭദ്രാമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഗോ ഹേതുർജഗത്രയേ കസ്യ ദുഃഖസ്യ വാ ഗോപീ ഹേതുസഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖാദുഃഖ കാരണം. ദുഃഖാസുഖങ്ങൾ ദാനം ചെയ്യുവതിനൊരു ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകന്മമാ സുഖദാതാ ജഗതി മറ്റേകന്മമാ ദുഃഖദാതാ വിധിവ്രത. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസാധാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജാകർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജാകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവാ ദേഷ്യമ മധ്യസ്ഥ സുഹൃജ്ജനാഭേദ ബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. സുഖാസുഖം നിജാകർമാവശാഗതം ഒക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ. യദ്യദ്യാദാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭാ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ. ആ മനോഹരമായ ഉപദേശമാണ്. ആ ഉപദേശത്തെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നമുക്ക് അത് പ്രയോജനപ്പെടും. അത്രയും മനോഹരമായ ഉപദേശമാണ്. പറയാണ്, ആരെയും ഒന്നും കുറ്റം പറയണ്ട. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളും പറയണ്ട, അവരതങ്ങനെ ചെയ്തിട്ടല്ലേ, ഇവരിങ്ങനെ ചെയ്തിട്ടല്ലേ, അവർക്ക് അങ്ങനെ വന്ന് അങ്ങനെ ചെയ്യാൻ പാടുമോ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കത് പറയേണ്ടി വരുന്നുണ്ട്. ഓരോരുത്തരുടെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ അവരുടെ പ്രവർത്തി കൊണ്ട് വേറൊരാൾ ദുഃഖിക്കുന്ന കാണുമ്പോൾ കഷ്ടം. അവരെന്തിനാ അങ്ങനെ ചെയ്തേ, അവരങ്ങനെ ചെയ്യാൻ പാടും, അവരെത്ര നന്നാക്കി നോക്കിയത് ആ മോനെ, എന്നിട്ട് ആ മോനെ അമ്മോട് ഇങ്ങനെ ചെയ്തില്ലേ, അച്ഛനോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ നമ്മളെപ്പോഴും പറയണ കാര്യങ്ങളാണ്. അപ്പോൾ പറയണു, അതൊന്നും പറയണ്ട, എന്ത് ചെയ്യാ, നാമം ജപിച്ചോളൂ. അവയൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒന്നേ ഉള്ളൂ, നാമം ജപിക്കുക. നാമം ജപിച്ചിട്ട് അതുപോലെ ആ ഒരു മനസ്ഥിതി, മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടാവാണ്ട് പോട്ടെ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നാമം ജപിക്കാനേ സാധിക്കുള്ളൂ. ആരുടെ ദുഃഖത്തിനും ഒരാളും കാരണക്കാരനല്ല. ആർക്ക് സുഖം വന്നാലും ഒരാൾ കാരണം സുഖം ഉണ്ടാവണില്ല, ഒരാൾ കാരണം ദുഃഖം ഉണ്ടാവണില്ല. മുജ്ജന്മത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. സുഖവും ദുഃഖമൊന്നും നമുക്ക് ദാനം ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. അത് നമുക്ക് വെറുതെ തോന്നണം, അവനാണ് എൻ്റെ ദുഃഖത്തിന് കാരണം, ഇവനാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്നൊക്കെ വെറുതെ തോന്നുക. നമ്മുടെ ആ കർമ്മ പ്രാരാബ്ധങ്ങൾ, പൂർവ്വജന്മാധികൃതമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ
വ്യഥമായിട്ടുള്ള അഭിമാനം കൊണ്ടാണ് ഞാൻ ഇന്ന ആളാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ ദാനധർമ്മിയാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ നമ്മൾ പല വിധത്തിലാണ് ഞാൻ എന്നുള്ളത് ഇങ്ങനെ അഹംഭാവം ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ ഓരോന്ന് ചെയ്യായാലും ഞാൻ ചെയ്തു എന്നുള്ള തോന്നൽ, ഞാൻ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കുമ്പോൾ ആ കർമ്മം ചെയ്യാനായിട്ടുള്ള ആ കരുത്ത് എവിടെ നിന്ന് കിട്ടി, ആ കർമ്മം ചെയ്യാനായിട്ടുള്ള വിവേകം എവിടെ നിന്ന് കിട്ടി, ആ ബുദ്ധി എങ്ങനെ പ്രവർത്തിച്ചു, അതിൻ്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് നമ്മളൊന്നും ചിന്തിക്കണേ ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരും ആ അഹങ്കാരം കൊണ്ടാണ് സകല കർമ്മങ്ങളും സ്വന്തം കർമ്മങ്ങളാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞിട്ട് ആ കർമ്മത്തിൻ്റെ ആ ഒരു ചരടിൽ കോർക്കും. അപ്പോൾ അതൊക്കെ ആ കർമ്മ ബന്ധമായിട്ട് തീരും. നമുക്ക് കർമ്മങ്ങൾ ചെയ്യണതൊക്കെ നമുക്ക് ബന്ധനങ്ങളായിട്ട് തീരും. അതുകൊണ്ടാണ് എല്ലാ കർമ്മവും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ പറയണത്. നല്ലതായാലും ചീത്തതായാലും ഒക്കെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് ചെയ്യണില്ല, ഈശ്വര ഇതെല്ലാം ഇവിടത്തേക്ക് സമർപ്പിക്കണോ എന്നുള്ളതാവുമ്പോൾ ആ കർമ്മബന്ധങ്ങൾ നമ്മളെ ഉണ്ടാവില്ല. കർമ്മങ്ങൾക്കനുസരിച്ച് സുഖഭോഗങ്ങൾ നമ്മൾ ബന്ധിച്ചു കഴിഞ്ഞാൽ നല്ല കർമ്മം ചെയ്തതിൻ്റെ നന്മ അനുഭവിക്കേണ്ടി വരും, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത അനുഭവിക്കേണ്ടി വരും, അങ്ങനെ വന്നു വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ച് ചെയ്താൽ അതെല്ലാം നമ്മളെ നല്ലതും ചീത്തയൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മളെ ഒന്നിലും ബന്ധനം ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ജീവൻ മുക്തനാവാൻ സാധിക്കുകയാണ് ചെയ്യണത്. കൂട്ടുകാരൻ, ശത്രു, മിത്രം, ബന്ധു, വിരോധി, മധ്യസ്ഥൻ, എങ്ങനെ ഭേദചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. വിചിത്രമായ ഭേദചിന്ത ഓരോ തരത്തിലും കർമ്മങ്ങളെപ്പറ്റി ഓരോ തരത്തിൽ നമ്മൾ കരുതപ്പെടുമ്പോൾ അത് ആ വിധത്തിലായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ആ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ കാലത്തും വന്നു ചേർന്നതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇത് തന്നെ വന്നാലും അതിൻ്റെ കർമ്മപ്രാരാബ്ധാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും ആ കർമ്മപ്രാരാബ്ധങ്ങളിൽ പെട്ടുപോകാതെ ഇനിയുള്ളത് മുഴുവനും ഇനി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് പൂർവജന്മാർജിതമായ കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം ഒടുങ്ങാൻ വേണ്ടിയിട്ട് ധാരാളം നാമം ജപിച്ചുകൊണ്ട് ഈശ്വര കഥകൾ കേട്ടുകൊണ്ട് സത്സംഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് മനുഷ്യജന്മം തന്നെ അതിനുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ജീവനെ പോലെ അല്ലാണ്ട് മനുഷ്യന് തന്നേക്കണ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യജന്മം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവരോടും നല്ലത് മാത്രം ചെയ്യാനും നല്ലത് മാത്രം പറയാനും എല്ലാവരെയും വിവേചന ബുദ്ധി ഇല്ലാണ്ട് ഒരുപോലെ സ്നേഹിക്കാനും ശത്രുമിത്ര ഭാവങ്ങളില്ലാണ്ട് കഴിയാനൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനോട് കൂടുതൽ അടുക്കുകയും മനസ്സാർദ്രമാക്കുകയും എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഒരേ ചൈതന്യമാണെന്നുള്ള സത്യം നമുക്ക് അനുഭവമാവുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അത് ഓരോരുത്തർ പറയും ഒരാൾക്ക് ഒരു നന്മ ചെയ്ത് അയാളുടെ അടുത്തുനിന്നല്ലെങ്കിൽ വേറൊരാളുടെ നിന്ന് കിട്ടും എന്നൊക്കെ നമ്മൾ പറയും. അവർക്ക് അങ്ങനെ ഒരു നിയോഗം നമ്മളിൽ നിയോഗിച്ചിരിക്കുന്നു. ആ ജീവന് ആ ജീവനിൽ ഇരുന്നിട്ട് ആ സന്തോഷിക്കുന്ന അതേ ഈശ്വരാംശം തന്നെയാണ് മറ്റൊരാളിലൂടെ നമുക്കത് പകർന്നു തരുന്നത്. അപ്പോൾ ഒരാൾ കൊടുക്കുന്നത് വേറൊരാളല്ല തരുന്നത്, ഈശ്വരനാണ് സ്വീകരിക്കുന്നത്, ഈശ്വരനാണ് തരുന്നത്. അത് ഓരോ ജീവൻ്റെയും കർമ്മപ്രാരാബ്ധം അനുസരിച്ചിട്ട് ആ ശരീരഭാവത്തിൽ നമുക്ക് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ സ്വീകരിക്കേണ്ട ഈശ്വരൻ, നമുക്കെല്ലാം നൽകുന്നതും ഈശ്വരൻ. അപ്പോൾ നമ്മളൊരാൾക്ക് തിന്മയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ തിന്മ സ്വീകരിക്കേണ്ട ഈശ്വരൻ, നല്ലതാണെങ്കിൽ നല്ലത്. അപ്പോൾ ഈശ്വരന് നല്ലത് ചെയ്യണം. എല്ലാവരും ഉള്ളിലിരിക്കുന്നത് ഒരാളെ ദുഃഖിപ്പിച്ചാൽ ആ ദുഃഖം അനുഭവിക്കേണ്ട ആരാ? ഈശ്വരനാണ്. ഒരാളെ ആ വിഷമം വന്നു ചേർന്നത് ആരാ? അത് ഭഗവാനിലേക്കാണ് വന്നു ചേർന്നത്. അപ്പോൾ ആരെയും വിഷമിപ്പിക്കാണ്ട് ആരെയും ദുഃഖിപ്പിക്കാണ്ട് ഒരാൾ ശത്രുവാണ് ഒരാൾ മിത്രമാണെന്നുള്ള ഭേദബുദ്ധിയൊന്നും ഇല്ലാണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതുപോലെ അത് വിചാരിച്ചിട്ട് അത്യാർത്തിയോട് കൂടിയിട്ട് സുഖഭോഗങ്ങളൊക്കെ വേണം, അത് വേണം, ഇത് വേണമെന്ന് അത്യാർത്തിയോട് കൂടിയിട്ട് ഒന്നിനെയും നമുക്ക് ആഗ്രഹിക്കേണ്ടെന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം എന്താ, നമുക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കേണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും വേണ്ട. കാരണം പൂർവ്വജന്മാർജിതമായിട്ടുള്ളതുകൊണ്ട് വന്നു ചേർന്നതാണ്. അതിനിപ്പോൾ ചിലവരുണ്ട് ഒന്നും അനുഭവയോഗം ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്തി എനിക്കിതൊന്നും വേണ്ട, ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല, ഞാനൊക്കെ വിരക്തി വന്നിട്ടൊന്നുമില്ല,
ശരിക്കും വിരക്തി വന്നു വെച്ചാൽ വിരക്തിയൊന്നും വന്നിട്ടുണ്ടാവില്ല. എന്നാലും ആ വിരക്തി വന്നാൽ ഇതൊക്കെ തന്നെ നമ്മളെ വിട്ടുപോകും. നമ്മളായിട്ട് വിട്ട് കളയണ്ട, നമ്മളെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ അത് അനുഭവിക്കാനൊരു യോഗം ഉണ്ടോ, അത് അനുഭവിച്ച് തന്നെ തീർക്കണം. എന്നാലേ ആ ഒരു കർമ്മം അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. ഇതിനെ ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ ചിലവർ പറയണ്ടേ ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ചാൽ അങ്ങനെ ഒരു പ്രാരാബ്ധം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ചേരും. അപ്പം നമ്മളായിട്ട് ഒന്നിനെയും ഉപേക്ഷിക്കേണ്ട, നമ്മളായിട്ട് ഒന്നിനെയും സ്വീകരിക്കേണ്ട. നമുക്ക് എന്തൊക്കെ വന്നു ചേർന്നോ, സുഖമായാലും ദുഃഖമായാലും അത് നമ്മുടെ കർമ്മപ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അതിന് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ ആ ഭാഗ്യലബ്ധമായ സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കണം എന്നൊന്നും പറയണില്ല. അപ്പോൾ സുഖം വരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ അമിതമായിട്ട് സങ്കടപ്പെടുക, അതും വേണ്ട. ആ സുഖദുഃഖങ്ങളെ ഒരുപോലെ, രണ്ടും ഒരുപോലെയാണ്. ഇതൊക്കെ ഒരു രാത്രിയും ഇരുട്ടും പോലെ, ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ്. ഇതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നു ചേർന്നതാണെന്ന് അത് ഓർത്തിരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ പകൽ കഴിഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞ പോലെ സുഖം കഴിഞ്ഞാൽ ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ അതിങ്ങനെ ഇടകലർന്ന് ജീവിതത്തിൽ വരും. ദുഃഖത്തിനിടയ്ക്ക് ഒരു ഇത്തിരി ഭാഗം മാത്രമേ സുഖം ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാവുന്നുണ്ടാവുള്ളൂ. അധികവും ദുഃഖവും അനുഭവിക്കുക. ആ ഒരു ഇത്തിരി സുഖം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുള്ളൂ. ആ സുഖം നമുക്ക് വല്ലാണ്ട് ആനന്ദമായിട്ട് തോന്നുന്നത് ഈ ദുഃഖമുള്ളത് കൊണ്ട്. ദുഃഖം ഇല്ലെങ്കിൽ സുഖം അറിയോ? നല്ല 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 ആഹാരങ്ങൾ കഴിച്ച് കിടക്കുന്ന ഒരാൾക്ക് വിശപ്പ് എന്താണെന്നോ ബുദ്ധിമുട്ടെന്താണെന്നോ ഒന്നും അറിയില്ല. അതേസമയം ആ ആളെ 2 ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോയി അടച്ച് ഭക്ഷണിക്കിട്ടിട്ട് പിന്നെ ആഹാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എല്ലാ ആഹാരവും രുചിയുള്ളതായിട്ട് മാറും. ചിലപ്പോൾ കുറേ നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ച് വെച്ച് കുറേ കഴിയുമ്പോൾ കുട്ടികൾ പറയും ഇത് വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇതെന്തിനാ അത് ഉണ്ടാക്കിയത്, ഇതെന്താ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ നിഷേധിക്കും. എനിക്ക് വേണ്ട, അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഭക്ഷണം നിഷേധിക്കണം. നമുക്കൊക്കെ അനുഭവമുള്ളത് അമ്മമാർക്ക്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ആ ഒന്നിലോ രോഗങ്ങൾ വന്നിട്ടാവും. ചിലപ്പോൾ നമുക്ക് അധികവും പരിചയമുള്ളത് അതാണ്. അകലെ പോണേക്കാളും രോഗങ്ങൾ വന്നിട്ട് പനിയൊക്കെ വന്നു, വായിക്ക് രുചിയില്ലാണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ്ടായി. പിന്നെ അത് കഴിഞ്ഞാൽ രുചി വരുമ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ കുട്ടികളത് അതോട് കൂടിയിട്ട് കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അവർക്കതിൻ്റെ ഒരു മഹത്വം തിരിച്ചറിയണുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ രണ്ടും ഇടകലർന്ന് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഓരോന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണത്. അപ്പോൾ ഹൃദയത്തിൽ എന്തു തന്നെ വന്നാലും ധൈര്യത്തോടു കൂടിയിട്ട് പങ്കിടാൻ കഴിയണം. അങ്ങനെ അതുകൊണ്ടാണ് വിദ്വാൻമാരെപ്പോഴും സന്തുഷ്ടരായിട്ടിരിക്കണത് എന്ന് പറയണു. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗാവിധീകൃതം വർജിക്കയും വേണ്ട, വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭാ കർമാഫലോദയെ മധ്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാന്തരം ദുഃഖമായി വരൂ ആകുലാമില്ല സുഖാന്തരം സുഖം നൂനം ദിനാരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയോമല്ലടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം മധ്യസ്ഥവുമായി വരും രണ്ട് അന്യോന്യം സംയുക്തമായവനും ഉണ്ടു ജലാപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരൂവുന്നു ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇഥം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരമത്ത് മിത്രാനുദിച്ചു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചരുൾ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹന്മല്ലേ നല്ല തോണിയും കൊണ്ടുവന്ന ചൂവണങ്ങിനാൻ സാമിന്യം ദ്രോണികാ സമാരൂഹ്യതം സൗമിത്രിണാജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവാവീരാമമ പ്രാണവല്ലഭ ശൃംഗവേരാധിപൻ വാക്കുകേട്ട നേരം
മംഗലാദേവതായ സീതയെ കയ്യും പിടിച്ചു കരറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിനൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണിയെ കരേറിനൻ ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരവാതരാവോടു വഹിച്ചിതു തോണിയും മംഗലാഭാംഗിയം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സംഘേന ശംഭുതന്മയും മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങിവിടെ വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്ത് കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ജാനകീ ജീവനസ്മരണം ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പരാകുലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിന്നടിയനുമാരാട് കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുകീനല്ലായെങ്കിൽ ഏണാംഗബിംബാനന ജഗദീപതേ ഐഷതാവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനെ വാമരുൾ ചെയ്തു സത്യം 14 വത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്താവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യാവിരോധം രാമഭാഷിതം ഇത്തരാമരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠമാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹം വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടു മരുമൃഗത്തെ കൊന്നു സാധനം ഭുക്ത സുഖേന വസിച്ചിതു പാദപാമൂലേ ദലാഢ്യതൽപസ്ഥലേ മാതാണ്ഡദേവാനുദിച്ചോരനന്തരം പാർത്ഥിവനാഖ്യാതി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധരൻ ആശ്രമാപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും അപ്പോൾ അവനോട് അരുൾ ചെയ്തു രാഘവാൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥാനന്ദനാനുണ്ടു തൻ വാമിനിയോടു മനുജനോടും ചെന്നു പാത്തിരിക്കുന്നു ഉടജാന്തികെ എന്നെ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നിപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി എന്ന ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശിതാവത്സല പാർത്തിരിക്കുന്നിടുന്നു ശുദ്ധ ഭരദ്വാജനിത്തം സമുദ്ധായ ഹസ്തേ സമാധായ സാഖ്യപാദ്യാദിയും ഗത്വാരഘുത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദുഷ്ടാരമാവരം രാമം ദയാപരം ദുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനൻ ദശരഥയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനൻ ഭാര്യാനുജാന്യുതം ആശ്രീവചനവും ചെയ്തു മുനി പുങ്കവൻ ആശയാനന്ദമിയെന്നരുളി ചെയ്തു പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം ഇത്തമുക്തോടജാമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമാമുണ്ടാക കാരണം ഇന്ന് വന്നു തപസ്സാവല്യമൊക്കവേ ജ്ഞതമയാതവോദന്തം രഘുപതേ ഭൂതമാഗമീകം വാകരുണാനിതേ താത ഞാനറിഞ്ഞേം പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ ബ്രാഹ്മണ പൂണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനാവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേ നിന്നതിന്നെന്നടോ ജ്ഞാനദൃഷ്ട്യാതവാദന്യൈകജാതയ
ജ്ഞാനമൂർത്തിയെ സകലത്തിലും കണ്ടു ഞാൻ. എന്തിനോ ഞാൻ വളരെ പറഞ്ഞിടുന്നു, സന്തുഷ്ടബുദ്ധിയാകൃദാസനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ള ഒരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. യുദ്ധമന്യോന്യ ആഭാഷണവും ചെയ്തു. തത്ര കഴിഞ്ഞിതു രാത്രി മുഴുവനായി. അങ്ങനെ അവിടെ നിന്ന് ഗുഹൻ പറഞ്ഞയക്കണു. ഗുഹൻ തോണി കടത്തിയിട്ട് ഗുഹൻ കൊണ്ടുവന്ന് ആ വനത്തിൻ്റെ അവിടേക്ക് ആക്കി കഴിഞ്ഞിട്ട് പറയും, ഞാനും കൂടെ വരികയാണ്, എന്നെയും കൂടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഇല്ലാണ്ട് ഇവിടെ കളയും എന്നൊക്കെ പറഞ്ഞപ്പോൾ രാമൻ പറയണു, അങ്ങനെയല്ല, ഞങ്ങളിതാ പോയി വരുമ്പോൾ തിരിച്ചു വരുന്നവരെ ഇവിടെ ഇരിക്കണം, എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നോളൂ, ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച് തിരിച്ചു പോയിട്ട് ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്കാണ് പോണത്. അപ്പോൾ ഭരദ്വാജ മഹർഷി വന്ന് പരസ്പരം അന്യോന്യം നമസ്കരിക്കുന്നു. അവിടെ ആ രാമൻ മാനുഷഭാവത്തിലായതുകൊണ്ട് ആ ഭരദ്വാജ മഹർഷിയും നമസ്കരിക്കുന്നുണ്ട്. പരസ്പരം പൂജിച്ചിട്ട് ആശ്രമത്തിലേക്ക് പോവുകയാണ്. അത് ഉദ്ധാനവും ചെയ്തു ഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി. സമയം ഒന്ന് നോക്കണേ. ഈ ഒരു ഭാഗം വായിച്ചിട്ട് ഉത്ഥാനവും ചെയ്തു ഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയെയും ഉദ്ധീര്യ താപസ ദുഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വിജാകരണം മനോഹരം ഉത്തമാവൃക്ഷാലത പരിശോഭിതം നിത്യാകുസുമാഫലാദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനീകുലാസത്തമം ദുഷ്ട നമസ്കരിച്ചിടിനം രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരാമിന്ദിര ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണധൂണീരാധനുർധരം വിഷ്ടപാതാണ നിപൂണം ജഡാമകുടോജ്വലം ജാനകി ലക്ഷ്മണാവേദം രഘുത്തമം. മാനവേന്ദ്രൻ കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷണായി രാഘവൻ തന്തിരൂമേനി കാഠം പുണർനീടിനൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദാദികൾ കൈകൊണ്ടത് മുക്തിപ്രദനായ നാഥനു സാദരം. പക്ക മധുര മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്ത പരിശ്രമം തീർത്തു രഘുവരൻ മുനീവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനം ഭവതാമറിയാമല്ലോ. യാതൊരു ഇടത്തു സുഖേന വസിക്കാവൂ, സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ദിക്കില ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരീകയുണ്ട് ആശാമഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലാദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു. അവിടെ നിന്ന് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ് പിന്നെ പോയത്. അവിടെ നിന്ന് ആ വാൽമീകിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാലം ഇവിടെ താമസിക്കണം എന്നുണ്ട്. ഇവിടെ ധാരാളം ഋഷീശ്വരന്മാരിരുന്ന് നാമം ജപിക്കുന്ന ആ സ്ഥലമാണ്. ആ പവിത്രമായ സ്ഥലത്ത് കുറച്ച് കാലം താമസിക്കണം എന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ എനിക്ക് സുഖമായിട്ട് വസിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണെന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ വാൽമീകി പറയണു, സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു
ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനത്തെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. പറയാണ് സകല ലോകങ്ങളും ഭഗവാനെ അവിടത്തിലാണ്, സർവ്വലോകങ്ങളിലും അങ്ങ് വസിക്കുകയാണ്. ആ നിലയ്ക്ക് ഒരു സാധാരണ സ്ഥലത്ത് എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക? ഇന്ന സ്ഥലത്ത് നിന്നൊരു സാധാരണ സ്ഥലം ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ പക്ഷെ എന്നോട് ചോദിച്ച കാരണം കൊണ്ട് ഞാനിതാ പറഞ്ഞു തരാം എന്ന് പറയുന്നു. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ ശാന്തം നിനക്കു സുഖവാസമന്ദിരം. എവിടെയാ ഭഗവാൻ ഇരിക്കണേ? സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട്, എല്ലാ ജന്തുക്കളിലും ഒന്നിലും ദോഷം കാണാതെ കണ്ട്, എല്ലാത്തിൻ്റെയും ഗുണങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ അവരുടെ ആ ഹൃദയമാണ് നിനക്ക് സുഖവാസത്തിനുള്ളത്. അങ്ങനെ അവരുടെ മനസ്സിൽ പോയി ഇരുന്നോളൂ എന്ന് പറയണം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. അതുപോലെ നിത്യധർമാധർമ്മങ്ങളൊന്നും നോക്കണില്ല, എല്ലാത്തിനെയും അതൊന്നും ബാധിക്കാതെ കണ്ട് അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് എപ്പോഴും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഹൃദയകമലത്തിൽ ഇങ്ങനെ ഹൃദയകമലം പരിശുദ്ധമാക്കിക്കൊണ്ട് ഈശ്വരനെ വസിക്കുന്നില്ലേ, അവരുടെ ഹൃദയകമലത്തിലാണ് ഭഗവാനെ അവിടെ അങ്ങേക്ക് ഏറ്റവും ആനന്ദമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയണം. തന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖാമന്ദിരം. ഇതൊന്നും കൂടാണ്ട് കർമ്മപ്രാരാബ്ധങ്ങളെയൊന്നും വിടാൻ പറ്റില്ല. പക്ഷേ കർമ്മപ്രാരാബ്ധങ്ങളെ വിടാനുള്ള സമയമായിട്ടില്ല. അപ്പം നമുക്കൊന്നും കർമ്മപ്രാരാബ്ധങ്ങളെ വിടാനുള്ള സമയമായിട്ടില്ല. വീടും അതൊന്നും ഉപേക്ഷിച്ച് പോകാറായിട്ടില്ല. നമ്മുടെ ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പം നമ്മളെന്ത് ചെയ്യും? എപ്പോഴും നമുക്ക് ധ്യാനത്തിലിരിക്കാനോ തപസ്സിരിക്കാനോ ഒന്നും സാധിക്കാണ്ടാകുമ്പോൾ അതിന് കലികാലത്ത് പറഞ്ഞു തന്നതുണ്ടല്ലേ, നാമജപം. സദാ നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് മനസ്സിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് നടക്കണു. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ നാമം ജപിക്കണു. എല്ലാം ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരുടെ തന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. അങ്ങനെയുള്ള ഹൃദയത്തിൽ ആരാണ്ടാവുക? ഭഗവാൻ അവിടെ വസിക്കുകയാണ് ചെയ്യുക. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചനാതുല്യമതികളം ശ്രേഷ്ഠാമതികൾ മനസ്തവ മന്ദിരം. അതുപോലെ ശാന്തരായിട്ടിരിക്കുന്നു. കല്ല് കണ്ടാലും സ്വർണം കണ്ടാലും അവർക്ക് വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിലും അവർ ഈശ്വരനെ കാണുന്നു. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കാം. സന്തതന്തേ സുഖാവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമൊട്ടില്ലൊട്ടു ഇഷ്ടേതരാപ്തിക്കു താനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിന്യ വാഴുന്ന ദിവ്യാമനസ്തവാസായ മന്ദിരം. നമുക്കിഷ്ടമുള്ളത് സന്തോഷമുള്ളത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക. അനിഷ്ടമായിട്ടുള്ള വരുമ്പോൾ ദുഃഖിക്കുക, അല്ലെ ഇഷ്ടത്തിൽ വരുമ്പോൾ സന്തോഷിക്കണം. അനിഷ്ടമാകുമ്പോൾ ദുഃഖിച്ചിട്ട് ഭഗവാനോട് നമ്മൾ പരാതി പറയാം, എനിക്കിങ്ങനെ വന്നില്ലേ. അങ്ങനെ ആ ദ്വന്ദ്ഭാവമില്ലാതെ കണ്ട് എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, എല്ലാം ഈശ്വരൻ്റെ പ്രസാദമാണ്. എൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളെ ഒടുക്കാൻ വേണ്ടിയിട്ട് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണെന്ന് സത്യത്തെ ബോധിച്ചു കൊണ്ടിരിക്കണില്ലേ. അവരുടെ മനസ്സിൽ സുഖമായിട്ട് വസിക്കാം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോക്കിലോ ദേഹത്തിനേയുള്ളൂ. സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കില്ല. ആത്മാവിനില്ലേതും ഇത്ഥാമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. ആ സുഖദുഃഖങ്ങളൊന്നും ബാധിക്കാതെ കണ്ട് എപ്പോഴും ആ ഈശ്വരനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒന്നിനും പരാതിയും പരിഭവം ഒന്നും പറയാണ്ട് ആരാണോ ജീവിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കും എന്ന് പറയണം.
യാതൊരുത്തൻ ഭവന്തം ചിരം ജിതഗ്നം വേദാസ്വരൂപമനന്ത അനന്തമേകം സതം വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവാഗതം പരമാത്മനാലേപം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ സന്തതാഭ്യാസത് ദൃഢീകൃതാചേതസം സന്തതം സേവാദരാത്മനം സന്തതം തന്നാത്മമന്ത്രാജപാശുചി സന്തോഷതേജസം ഭക്തിദ്രവാത്മനം അന്തർഗതനായി വസിക്കനീ സീതയാ ചിന്താമണി ദയാവാരിതേ. നിരന്തരമായിട്ട് ആ ഭഗവാനിൻ്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ പൂജിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ആരാണോ കഴിയുന്നത് അവരുടെ ഹൃദയപത്മത്തിൽ വസിച്ചോളൂ എന്നത് അവിടെ വാൽമീകി പറയണു. ഇനി വാൽമീകിയുടെ പൂർവ്വചരിതങ്ങളും ആ വാൽമീകി സ്തുതിയൊക്കെയുള്ള ഭാഗങ്ങളാണ്. അത് വേണ്ടതുപോലെ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തിരുന്ന ഭാഗങ്ങളോ എല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വേണ്ടതുപോലെ കേൾക്കാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനെല്ലാം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പറയുന്ന സമയത്തും അത് കേൾക്കുന്ന സമയത്തും നമ്മൾക്ക് നമ്മുടെ മനസ്സോ ചിന്തകളോ നമ്മുടെ ഇന്ദ്രിയങ്ങളോ ഏതെങ്കിലും വഴിക്ക് ഇതിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചിട്ട് ആ ഇന്ദ്രിയങ്ങളെ കൂടുതൽ ആ ഈശ്വര വിഷയത്തിന് പ്രാപ്താക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ നാമം ജപിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളുടെയൊക്കെ കൂടെ നാമം ജപിക്കാനൊക്കെ ഇടയ്ക്ക് എത്താറുണ്ട്. ശോഭനയുടെ പിറന്നാളാണിന്ന്. അപ്പോൾ എത്രയാണോ ആ ഭഗവാൻ ഓരോ ജീവനും നമ്മൾ പറയും ആയുരാരോഗ്യ സൗഖ്യം എന്നൊക്കെ, ഒരു ജീവനും എത്രയാണോ ആയുസ് കൊടുത്തിരിക്കുന്നത് അത്രയും കാലം സ്വസ്ഥ മനസ്സോട് കൂടിയിട്ട് ശാന്തിയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങളെല്ലാം ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈശ്വരനെ മറക്കാണ്ട് ഈശ്വര നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈശ്വര കഥകൾ കേട്ടുകൊണ്ട് മനുഷ്യജന്മം സഫലമാക്കി തീർക്കാനായിട്ട് അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ചെല്ലാൻ നമുക്കെല്ലാവർക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാ ജീവനസ്മരണം. ജയ ജയ ശ്രീ രാധേശ്യാം. നാരായണ നാരായണ നാരായണ. എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇത്രയും ദിവസം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട്, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പാരായണം പൂർണ്ണമാക്കാൻ സാധിച്ചത് ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ടാണ്. തുടർന്നും ആ കാരുണ്യം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി.
നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി അവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസ കനകകവിശം വൈജയന്തിം ജമാനം യന്ത്രം വേണോരധരസുതയാ പൂരയൻ കോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാതിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ ഇരേണമേ കൃഷ്ണമദീയ ജന്മം.